പ്രിയക ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. സഭയുടെ ക്രമീകരണ പ്രകാരം അടുത്ത ഞായറാഴ്ച വലിയ നോമ്പ്, ഞായറാഴ്ച വൈകിട്ട് സന്ധ്യയോടുകൂടി വലിയ നോമ്പ് ആരംഭിക്കുകയാണ്. ഈ ആഴ്ചകളൊക്കെ തന്നെ, ഇതിനു മുമ്പുള്ള ഈ ആഴ്ചകളൊക്കെ തന്നെ വലിയ നോമ്പിൻ്റെ ഒരുക്ക ആഴ്ചകളെന്ന് കരുതാമെന്നതാണ്. ആ ഒരുക്ക ആളുകളുടെ, പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയുമായി പ്രത്യേകിച്ച് രണ്ട് കൂട്ടരെ നാം ഓർക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വാങ്ങിപ്പോയ ആചാര്യന്മാരെ, നമ്മളെ വിശ്വാസത്തിൽ നയിക്കുകയും വളർത്തുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ആചാര്യന്മാരെ ഓർത്തു. ഇന്ന് വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരെയും ഓർക്കുന്ന ഞായറാഴ്ചയാണ്. അവിടെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, പൂർവ്വ മാതാപിതാക്കൾ വിശ്വാസത്തിൽ നമ്മെ വളർത്തി പരിപാലിച്ച് ഇഹജീവിതം വെടിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി നിത്യതയിലായിരിക്കുന്നവരെ, അവരുടെ സാന്നിധ്യം നമ്മൾ ഓർക്കുന്നു, അവരുടെ മധ്യസ്ഥത അഭയം തേടുന്നു. അതോടൊപ്പം തന്നെ ഒരു ഞായറാഴ്ച അവർക്ക് വേണ്ടി പ്രത്യേകം മാറ്റിവെച്ച് വിശുദ്ധ ആരാധനാ സംസർഗത്തിൽ ഉള്ള അവരുടെ സാന്നിധ്യത്തെ നമ്മൾ ഓർക്കുകയും അനുസ്മരിക്കുകയും നമ്മുടെ മനസ്സിൽ തന്നെ അത് ഉറപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. ഈ സമയത്ത് വിശുദ്ധ സുവിശേഷ വായനയായി സഭ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ 49 വരെയുള്ള 18 വാക്യങ്ങളാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം സമ്പത്തിനെ കുറിച്ചുമൊക്കെ, മനുഷ്യൻ്റെ നൈമിഷികത, ആയുസ്സിൻ്റെ നൈമിഷികതയെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരധ്യായമാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് യേശു തൻ്റെ ശുശ്രൂഷ കാലത്ത്, പരസ്യ ശുശ്രൂഷ കാലത്ത് തൻ്റെ ചുറ്റും ഉള്ളവരോട്, ശിഷ്യന്മാരോടും തന്നെ കേൾക്കുവാനായി തൻ്റെ അടുത്ത് വന്നിരിക്കുന്നവരോടും ഒന്നിച്ചുള്ള ചില ഉപദേശങ്ങളാണ്. അവിടെ വീണ്ടും ആരംഭിക്കുന്നത് സമ്പത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ചിതലരിക്കാത്തതും കള്ളൻ കൊണ്ടുപോകാത്തതുമായ സമ്പത്തിനെ നിങ്ങൾ കാക്ഷിപ്പീൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിക്ഷേപത്തെ നിങ്ങൾ ഉണ്ടാക്കുവീനെന്ന്. അടിസ്ഥാനപരമായി നമ്മൾ ഒരു കാര്യം വിസ്മരിക്കരുത്. സമ്പത്ത് അതിൽ തന്നെ മോശമാണെന്നല്ല. പണം, നമുക്കറിയാം, ജഡീക ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ പദാർത്ഥമയമായ സകല കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. ഭക്ഷണമാകാം, പാനീയങ്ങളാകാം, വസ്ത്രങ്ങളാകാം, വാസസ്ഥലങ്ങളായാലും. പക്ഷെ ഇതൊക്കെ എത്ര ഉണ്ട് എങ്കിലും അത് നശിച്ചു പോകുന്നതാണ്. മനുഷ്യൻ്റെ ശരീരമടക്കം ആയുസ്സുള്ളിടത്തോളം കാലം നമ്മൾ ഇതൊക്കെ പരിപാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പിതാക്കന്മാർ ഒരു കാര്യം പറയാറുണ്ട്, പദാർത്ഥമയമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ആഗ്രഹമുള്ളത് തേടിക്കഴിയുമ്പോൾ നമ്മുടെ ആർത്തി തീരാറില്ല. നല്ലൊരു ഭക്ഷണമാണെങ്കിൽ പോലും, അടിസ്ഥാനപരമായ മനുഷ്യന് ഭക്ഷണം ആവശ്യമാണെങ്കിലും, രുചികരമായ ഒരു ഭക്ഷണം ശരിയാണ്, തൽക്കാലം വയറ് നിറഞ്ഞാൽ അവിടെ നിർത്തും. പക്ഷേ നല്ല രുചികരമാണെങ്കിൽ ഇത് 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും
ഇത് ആഗ്രഹിക്കുകയാണ്. അത് വിശപ്പ് മാത്രമല്ല, നമ്മുടെ മനസ്സ് നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുപോവുകയാണ്. അത് ഏത് അവസ്ഥയിലാണെങ്കിലും, വീടില്ലാത്തവൻ ഒരു ചെറിയ വീട് ആഗ്രഹിക്കുമ്പോൾ വീടുള്ളവന് അതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ഞാനതൊരു തെറ്റായിട്ട് പറയല്ല, മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് പറയുക. വലിയ വീട് അതിൽ തന്നെ തെറ്റോ, ചെറിയ വീട് അതുകൊണ്ട് കൂടുതൽ പുണ്യം കിട്ടുമെന്നോ അല്ല. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലാതെ പോകും. ഒരു ചെറിയ കൂര മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അത് പണിത് കഴിയുന്ന ഉടനെ അതിന് ഭംഗി കൂട്ടണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം തോന്നുന്നു നമുക്കൊരു ഡൈനിങ് റൂം വേണം, ഒരു ലിവിങ് റൂം വേണം. ഇങ്ങനെ സൗകര്യങ്ങൾ വർദ്ധിക്കും. ഇത് ഏത് കാര്യത്തിലും. ബസ്സിൽ പോകുവാൻ പണമില്ലാത്തവൻ നടന്നു പോകുമ്പം 2 രൂപ കിട്ടിയ, ഇപ്പോഴത്തെ ബസ് കൂലി എനിക്കറിയില്ല ഇവിടുത്തെ, അല്ലെങ്കിൽ 10 രൂപ കിട്ടിയാൽ ബസ്സിൽ കയറി ഇറങ്ങാമെന്ന് വിചാരിക്കുന്നവന് അത് മേലെ ഒരു സൈക്കിളിൽ തുടങ്ങി, സ്കൂട്ടറിൽ തുടങ്ങി, കാറിൽ തുടങ്ങി, കാറിൻ്റെ വിവിധ കാര്യങ്ങളിലേക്ക് നമുക്ക് കയറാം. പിന്നെ നമുക്കൊരു വിമാനം വേണമെന്ന് ആഗ്രഹിക്കും. ഞാനിതൊക്കെ സൂചിപ്പിക്കുന്നത് ലക്ഷൂറിയസ് ലൈഫിനെ അതിൽ തന്നെ നിഷേധാത്മകമായി കാണുവാനല്ല, എന്നാലോ മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ പരിമിതിയില്ലായ്മ കൊണ്ടുവരുവാൻ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് കരുതി കൂട്ടാം, പക്ഷെ ഇത് ചെതലെടുക്കും, കള്ളന് കൊണ്ടുപോകാം, ആത്യന്തികമായി നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങളുടെ ആയുസ്സോടുകൂടി ഇനി ഇത് കള്ളനും എടുത്തില്ല ചെതലും എടുത്തില്ലേലും നമ്മുടെ ശരീരം തന്നെ, കാരണം നമ്മൾ ഈ കണ്ടതൊക്കെ ആസ്വദിക്കുവാൻ ഉപകരിക്കുന്ന ശരീരം തന്നെ ചെതലെടുത്ത് പോകുന്ന ഒരവസരമാണ്. ഇതാണ് നമ്മൾ ആനീത ഞായറാഴ്ച അല്ലെങ്കിൽ വാങ്ങിപ്പോയവരെ ഓർക്കുന്ന ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിൻ്റെ, ഈ ശാരീരിക ജീവിതത്തിൻ്റെ നൈമിഷികതയാണ് ഓർപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ കർത്താവിൽ ജീവിക്കുന്ന വിശുദ്ധ മാമോദീസായിലൂടെ സഭയെന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഓർത്തഡോക്സ് സഭയെന്ന ഫിസിക്കൽ ബോഡി എന്നുള്ളതിൽ അതിൻ്റെ ദൈവശാസ്ത്രപരമായി ഓർത്തഡോക്സ് സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് മെശിഹായുടെ ശരീരമാകുന്ന സഭ. ആ സഭയുടെ അംഗങ്ങളായവരാണ് നമ്മൾ. അതിന് നിത്യതയുണ്ട്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രസക്തി വരുന്നത്. കാരണം അത് ഒരു പിതാവ് വളരെ കൗതുകകരമായി രസകരമായി ഇത് വർണ്ണിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ജന്മമെന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള രക്തമായും അമ്മ ഭക്ഷിക്കുന്ന ഭക്ഷണം നമുക്ക് ഭക്ഷണമായും തരികയും അത് പ്രസവത്തിലൂടെ അതങ്ങ് വേർപിരിയുക. പിന്നെ അമ്മ കഴിച്ചാൽ പോരാ, അത് നമുക്ക് അമ്മ തരുന്നതായിരിക്കും, അമ്മയായിരിക്കും വാരി തരുന്നത്. എങ്കിലും അമ്മ കഴിച്ചതുകൊണ്ട് നമ്മൾ പരിപാലിക്കപ്പെടുകയില്ല. അത് നമ്മൾ തന്നെ, ശിശുവായിരുന്നെങ്കിൽ ആ പരുവത്തിൽ നമ്മൾ തന്നെ കഴിക്കണം. എന്നാൽ മാമോദീസായിലൂടെ മെശിഹായുടെ ശരീരഗാത്രത്തിലേക്ക് പ്രവേശിക്കുന്നവന് ഇതിൻ്റെ നേരെ എതിർദിശയിലുള്ള ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. അവിടെ സഭയുടെ ഗർഭപാത്രം എന്ന മാമോദീസാ തൊട്ടിയെ വിശേഷിപ്പിക്കുന്ന അതിലുണ്ടാകുന്ന പുനർജന്മത്തിലൂടെ കർത്താവിൻ്റെ തിരുശരീരങ്ങളുടെ പങ്കാളിത്തത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോൾ അവിടെ വേർപിരിയലല്ല, കർത്താവിൻ്റെ ശരീരത്തോട് ആ തിരുരക്തങ്ങളിലൂടെ ഒട്ടിച്ചേരുകയും ശാരീരിക ജനനത്തിലൂടെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ വേർപെട്ട് അമ്മയുടെ ശാരീരിക പരിപാലനത്തിൽ നിന്ന് മാറി സ്വതന്ത്രമാകുന്നതിന് പോലെ തന്നെ ഇവിടെ നേരെ വിപരീതമായി മെശിഹായുടെ ശരീരത്തിലേക്ക് ഇത് വരുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന പരിപാലനം, അവൻ്റെ തിരുശരീരക്തങ്ങൾ, ആ തിരുശരീരക്തങ്ങൾ നമ്മുടെ തിരുശരീരക്തങ്ങളായി തീരുകയും നിരന്തരമായും നിത്യമായും നമ്മെ പരിപാലിക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറുകയാണ്. അവിടെ ഇത് നമുക്ക്
ചെതലരിക്കാത്തതും പുഴുവരിക്കാത്തതുമായ ഒരവസ്ഥയിലേക്ക് നമ്മളെ മാറ്റുകയാണ്. മരണഭീതിയിൽ നിന്ന് പോലും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ മരണഭീതിയിൽ നിന്ന് പോലും നമ്മളെ വിടർത്തി ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കും. ആ അവസ്ഥയിൽ എത്തിയ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കുന്ന സമയമാണ്, പ്രത്യേകമായി ഓർക്കുന്ന ദിവസമാണ്. ഇന്ന് മാത്രമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകമായി ഓർക്കുന്ന ഈ ദിവസത്തിൽ ഇത് അവിടെ അതുകൊണ്ട് പറയുന്നത് തന്നെ, അവരെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ട്, അവരെ ഏൽപ്പിച്ചിരുന്ന ജോലി, വിളിക്കപ്പെട്ട ജോലി, അവരേറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നടത്തി പൂർത്തീകരിച്ച് കർത്താവിലേക്ക് മടങ്ങിപ്പോയി. ഇവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്, സഭാഗാത്രത്തിൽ അംഗമായി തീരുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്താണ് നമ്മുടെ വിളിയെന്ന്. അതുകൊണ്ടാണ് കർത്താവ് അവസാനം പറയുന്നത്, അറിയാത്തവൻ ചെയ്യുന്നതല്ല, നിങ്ങളെ കൂടുതൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്വമാണ്. അറിവില്ലാത്തവർ ചെയ്യുന്നവർ, ആ ഉത്തരവാദിത്വത്തിന് നമുക്ക് ഉണ്ട് എന്നൊരു ഓർപ്പിക്കലുണ്ട്. പൂർവികരെ ആ ഉത്തരവാദിത്വം നിറവേറ്റി കടന്നുപോയവരുടെ അവരുടെ ജീവിതം, നമ്മുടെ ആയുസ്സിൽ നമ്മൾ ഈ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരമായി തുടരുകയും ആ ശരീരത്തിൻ്റെ ആ ശരീരത്തിൻ്റെ ഭാഗമായി ഈ ലോകത്ത് ജീവിക്കുകയും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ വീണ്ടും പൂർണ്ണമായി മരണത്തെ അതിജീവിക്കുന്ന ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗമായി തീരുവാനുമുള്ള ആഹ്വാനമാണ് നമ്മെ ഇന്ന് ഈ വിശുദ്ധ സുവിശേഷ ഭാഗം ഓർപ്പിക്കുന്നത്. അപ്രകാരം ഒരു ജീവിതത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ വിശ്വാസത്തിൽ പരിപാലിച്ച് വളർത്തിയ പൂർവ്വപിതാക്കന്മാരെ എല്ലാവരെയും ഓർക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.